ഇന്ന് ഒരു അറബി പറഞ്ഞ കഥ. ഒരാൾക്ക് 5 പെൺമക്കൾ ഉണ്ടായിരുന്നു. ആ പെൺമക്കളെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ വളർത്തുകയും അങ്ങനെ അവർ വളർന്ന് വലുതാവുകയും വിവാഹ പ്രായമെത്തുകയും ചെയ്തു. അപ്പൊ ഏറ്റവും വലിയ പെൺകുട്ടി പിതാവിനോട് പറഞ്ഞു, പിതാവേ, എനിക്ക് വിവാഹം കഴിക്കണ്ട, എനിക്ക് അങ്ങയുടെ കൂടെ ജീവിച്ചാൽ മതി, അങ്ങയെ സഹായിച്ച് ഞാൻ ഇവിടെ ജീവിച്ചോളാം. അപ്പൊ പിതാവ് പറഞ്ഞു, മോളെ, അങ്ങനെ പറയല്ലേ, നിന്റെ സന്തോഷവും ഇതിനുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത്, നീ അത് തട്ടിക്കളയല്ലേ, നീ വിവാഹം കഴിക്കും. അപ്പൊ അവൾ പറഞ്ഞു, വേണ്ട പിതാവേ, എനിക്ക് വിവാഹം കഴിക്കണ്ട, എനിക്ക് അങ്ങയുടെ കൂടെ ജീവിച്ചാൽ മതി, അങ്ങയെ സഹായിച്ച് ഞാൻ ഇവിടെ ജീവിച്ചോളാം, എൻ്റെ അനിയത്തിമാരെ വിവാഹം കഴിപ്പിച്ചയക്കൂ. അങ്ങനെ പിതാവ് അവരുടെ അനിയത്തിമാരെ എല്ലാവരെയും 4 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു. അവർക്ക് നല്ല ജീവിതവും നല്ല ഭർത്താക്കന്മാരെയും കിട്ടി, അവർ സുഖമായി ജീവിച്ചു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ആ പിതാവിന് അസുഖം വരികയും പിതാവ് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ മരണപ്പെട്ടപ്പോൾ ആ പിതാവിന്റെ ഒരു വസിയത്ത്, ഒരു വിൽപത്രം ആ അനിയത്തിമാർക്ക് മക്കൾക്ക് കാണാനിടയായി. അവര് അത് വായിച്ചപ്പോൾ അതിൽ പിതാവ് ഇങ്ങനെയാണ് എഴുതി വെച്ചത്: എൻ്റെ മക്കളെ, എൻ്റെ വീട് സ്വത്തുകളൊന്നും നിങ്ങളെ വീതം വെക്കരുത്. എപ്പോ വരെ? നിങ്ങളുടെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ സഹോദരിയുടെ വിവാഹം കഴിയുന്നത് വരെ നിങ്ങൾ ഇതിനെ വിൽക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പൊ ആ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചത് ആ 4 അനിയത്തിമാർക്കും സമ്മതമല്ലായിരുന്നു. അവർ പറഞ്ഞു സ്വീകാര്യമല്ലായിരുന്നു. അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, എന്താണ് ഇങ്ങനെ എഴുതി വെച്ചത്, ഇങ്ങനെ നടക്കൂല എന്ന് പറഞ്ഞു. അവർ 4 പേരും ചർച്ച ചെയ്യുകയും അവരുടെ സഹോദരിയായ മൂത്ത സഹോദരിയുടെ അടുത്ത് വന്ന് പരാതി പറയുകയും ചെയ്തു. നമ്മുടെ പിതാവ് എഴുതി വെച്ചത് ശരിയല്ല, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂത്ത സഹോദരി അനിയത്തിമാരോട് പറഞ്ഞു, എൻ്റെ അനിയത്തിമാരെ, നിങ്ങളുടേതാണ് ഈ സ്വത്ത് മുഴുവൻ, ഈ വീടും നിങ്ങളുടേതാണ്, ഈ വീട് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ വിറ്റോളൂ, എന്നിട്ട് നിങ്ങൾ അതിനെ വീതം വെച്ചെടുത്തോളൂ, എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 4 അനിയത്തിമാരും ആ വീട് വിൽക്കുകയാണ്. അങ്ങനെ വീട് വിറ്റതിന് ശേഷം ഈ സഹോദരി, വിവാഹം കഴിക്കാത്ത സഹോദരി അനിയത്തിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വീട് വിറ്റ ആളുണ്ടല്ലോ, അയാളുടെ നമ്പർ എനിക്ക് തരുമോ? അപ്പൊ അവർ ചോദിച്ചു, എന്തിനാണ്? എനിക്ക് കുറച്ച് സമയം അവർ നീട്ടിത്തരുമോ എന്ന് ചോദിക്കാനാണ്, എനിക്കൊരു വീട് ശരിയാവുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കാനാണ്, നീ അവരുടെ നമ്പർ തരുമോ? അപ്പൊ അവർക്ക് നമ്പർ കൊടുത്തു. എന്നിട്ട് ഈ സഹോദരി ആ വീട് വാങ്ങിയ ആൾക്ക് ഫോൺ ചെയ്യുകയും അവരോട് ചോദിക്കുകയും ചെയ്തു, എനിക്ക് 2 മാസം സമയം തരുമോ? എനിക്കൊരു വീട് ശരിയാവുന്നത് വരെ ഞാൻ ഇവിടെ താമസിച്ചോട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അവിടെ താമസിച്ചോളൂ, നിങ്ങൾക്ക് വീട് ശരിയാവുന്നത് വരെ അവിടെ താമസിച്ചോളൂ. അങ്ങനെ അവർ ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ വീട് വാങ്ങിയ ആള് വീണ്ടും ഇവരെ ഫോൺ ചെയ്തു. അപ്പോ ഈ സഹോദരി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ 2 മാസത്തെ അവധിയാണ് ചോദിച്ചത്, എനിക്ക് വീട് ശരിയായിട്ടില്ല, എനിക്ക് കുറച്ചും കൂടി അവധി നീട്ടി തരാൻ പറ്റുമോ? അപ്പൊ ഈ വീട് വാങ്ങിയ ആള് പറയും, ഞാൻ അതിനല്ല വിളിച്ചത്, ഞാൻ ഈ വീട് നിങ്ങളുടെ പേരിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് തന്നിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അവർ പറയും, അതെന്തിനാ? അപ്പൊ പറയും, അതൊരു വിവാഹ സമ്മാനമായി, മഹറായി നിങ്ങൾ സ്വീകരിക്കണം, ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ഇവൾ പറയും, എനിക്ക് സമയം വേണം, ആലോചിക്കാൻ സമയം വേണമെന്ന് പറയും. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവരോട് വിളിച്ചു പറയുകയും എനിക്ക് സമ്മതമാണ്, വിവാഹത്തിന് സമ്മതമാണ്, അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും പറയും. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഇപ്പോ ദൈവം നമ്മൾക്ക് ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അത് എത്ര കാലങ്ങളായാലും തിരിഞ്ഞ് നമ്മുടെ കയ്യിലെത്തും. അത് ആര് കൈവശം വെച്ചാലും അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തും. അപ്പോൾ ഈ സഹോദരിക്ക് അവരുടെ പിതാവിന്റെ വീടും കിട്ടി, നല്ലൊരു ഭർത്താവിനെയും കിട്ടി, നല്ലൊരു ജീവിതവും കിട്ടി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വിധിച്ചത് എത്ര കാലം കഴിഞ്ഞാലും അത് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തും. ക്ഷമയോടെ കാത്തു നിൽക്കണം എന്നാണ് ഈ കഥയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.